നമസ്കാരം. പതിരും കതിരും. കോട്ടയം കുഞ്ഞച്ചൻ എന്ന സിനിമയിൽ അടൂർ ഭവാനി ഏണി വെച്ചു മരത്തിൽ കയറി മുളക് പറിക്കുന്ന ഒരു രംഗമുണ്ട്. വിശന്ന് കയറി വന്ന മകൻ പറഞ്ഞു, എടി മരം കയറി മറിയെ, ഇറങ്ങി വാ താഴോട്ട്. ഇത് കേട്ട മറിയ മരത്തിൻ്റെ മുകളിലിരുന്ന് പറഞ്ഞു, മരം കയറി മറിയ നിൻ്റെ അമ്മയാടാ, അവളെ പോയി വിളി. അമ്മയെ തന്നെയാ വിളിച്ചത്. അമ്മയാണെങ്കിലും കയ്യിലിരിപ്പനുസരിച്ച് മക്കൾ ചിലപ്പോൾ തള്ളയെന്നോ മരം കയറി മറിയെന്നോ ഒക്കെ വിളിച്ചെന്നിരിക്കും. മക്കളോടുള്ള പെരുമാറ്റവും സ്വഭാവവും അനുസരിച്ച് താരസംഘടനയെ അമ്മയെന്ന് വിളിക്കണോ, ചിറ്റമ്മയെന്ന് വിളിക്കണോ, അതോ അമ്മ എന്ന് ഇടയ്ക്ക് കുത്തിട്ട് വിളിക്കണോ എന്ന ചൂടേറിയ ചർച്ച നടക്കുകയാണ് നവമാധ്യമങ്ങളിൽ. മലയാള സിനിമയെ വരുതിയിലാക്കാനിരിക്കുന്ന പവർ ഗ്രൂപ്പിന് ഇപ്പോൾ ഒരൊറ്റ പേരേ ഉള്ളൂ, പ്രമുഖൻ. മലയാളത്തിലെ പ്രമുഖ നടനാകല്ലേ എന്നാണിപ്പോൾ ഇന്ദ്രൻസിൻ്റെ വരെ പ്രാർത്ഥന. ആ 15 പേരുടെ പേര് ഹേമ കമ്മിറ്റി പറയുന്നില്ലെങ്കിലും അവർ ആരൊക്കെയാണെന്ന് വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലെ മിടുക്കന്മാർ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ജോൺ ഹോനായി പവനായി, മുണ്ടക്കൽ ശേഖരൻ കീരിക്കാടൻ ജോസ്, പിന്നെ കുന്നേൽ ഔതക്കുട്ടി കടയാടി ബേബി, പിന്നെ കീലേരി അച്ചു. പട്ടികയിൽ കുളപ്പുള്ളി അപ്പനും തബല ഭാസ്കരനും 15-ാം നമ്പറിന് താഴെയാണ്. അവർക്കിപ്പോൾ അത്ര പവറൊന്നും പോരാ. തൊരപ്പൻ ഭാസിയും പച്ചക്കുളം വാസുവുമൊക്കെ പാവങ്ങളാണ്. അവരിപ്പോൾ അമ്മ കൊടുക്കുന്ന കൈനീട്ടം വാങ്ങി വീട്ടിൽ കിടക്കുകയാണ്. വാളയാർ പരമശിവനും ഡാഡി ഗിരിജയും കാരക്കൂട്ടിൽ ദാസൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ ഭാഗമാണിപ്പോൾ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ നടൻ തിലകൻ്റെ മകൾ മാതൃഭൂമി ന്യൂസിൽ പറഞ്ഞത് കേട്ടാൽ തോന്നും ഉടൻ തന്നെ മലയാള സിനിമയിൽ ഒരു ജാതി സെൻസസ് ആവശ്യമായിരിക്കുന്നുവെന്ന്. ചേട്ടാ, നിങ്ങൾ നായരല്ലാത്തതിനാൽ എൻ്റെ സിനിമയിൽ പറ്റില്ല എന്ന് ഒരു സംവിധായകൻ മുഖത്ത് നോക്കി അച്ഛനോട് പറഞ്ഞത്രേ. MD വാസുദേവൻ നായർ അങ്ങനെ വല്ല കടുംപിടുത്തവും പിടിച്ചിരുന്നെങ്കിൽ തിലകൻ എങ്ങനെ മലയാളത്തിൻ്റെ പെരുന്തച്ഛനാകുമായിരുന്നു. 20-ാം വയസ്സിൽ കൺമണി ബാബു എന്ന ബാബു ഇസ്മയിൽ സേട്ട് തൻ്റെ സ്വത്ത് വിറ്റ് കിട്ടിയ കാശ് കൊണ്ടാണ് തകഴിയുടെ ചെമ്മീൻ സിനിമയാക്കാൻ ഇറങ്ങിയത്. അതിലെ നടന്മാരുടെയോ സംവിധായകൻ്റെയോ ഒന്നും ജാതി അദ്ദേഹം തിരക്കിയതേയില്ല. തനിക്കെതിരെ ഒരു നായർ ലോബി കളിക്കുന്നുവെന്ന തിലകൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ ലോബിക്ക് സുകുമാരൻ നായർ നേതൃത്വം നൽകുന്നതായി തിലകൻ പറഞ്ഞിട്ടില്ല. പ്രമുഖ നടന്മാരൊക്കെ അച്ഛനെ വിലക്കിയപ്പോഴും സുരേഷ് ഗോപിയാണ് ചിന്താമണി കൊലക്കേസിലേക്ക് തിലകനെ നിർദ്ദേശിച്ചതെന്നും തിലകൻ്റെ മകൾ പറയുന്നുണ്ട്. അപ്പോൾ നല്ല നായന്മാരുമുണ്ട് കൂട്ടത്തിൽ. ഹേമ കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടില്ലെങ്കിലും എത്രയും വേഗം NSSും SNDPയും നിർമ്മാണ രംഗത്തേക്ക് പ്രവേശിക്കണം. അതേ പാതയിൽ മറ്റു സമുദായക്കാരും സിനിമാ നിർമ്മാണത്തിന് പുറപ്പെടണം. NSS നിർമ്മിക്കുന്ന സുകുമാരൻ നായർ പ്രൊഡക്ഷൻസിൽ ലൈറ്റ് ബോയ് മുതൽ സംവിധായകൻ വരെ കരയോഗത്തിൽ അംഗത്വമുള്ള നായന്മാരായിരിക്കണം. SNDPയുടെ വെള്ളാപ്പള്ളി സിനി ക്രിയേഷൻസിൽ അടിമുടി ഈഴവരായിക്കോട്ടെ. മുസ്ലിം ലീഗിൻ്റെ പാണക്കാട് ലീഗ് ഹൗസ് നിർമ്മിക്കുന്ന സിനിമകളിൽ അന്യമതസ്ഥരെ ഒന്നും അഭിനയിപ്പിക്കരുത്. അതോടെ മലയാള സിനിമയിലെ ജാതി വിവേചനം അവസാനിച്ചുകൊള്ളും. എന്നാലും നായരല്ലാത്തതിൻ്റെ പേരിൽ തിലകനെ ഒഴിവാക്കിയ ആ മഹാനായ സംവിധായകൻ്റെ പേരെങ്കിലും ഒന്ന് പറയേണ്ടതല്ലേ തിലകൻ്റെ മകൾ? മലയാളികളുടെ ഒരു മനസമാധാനത്തിനെങ്കിലും അതൊന്ന് പറഞ്ഞാലും. അയാളുടെ സിനിമയിൽ നായരല്ലാതെ വേറെ ആരെങ്കിലും അഭിനയിച്ചിട്ടുണ്ടോ എന്നും അന്വേഷിച്ചറിയണം. ദന്ത ഡോക്ടറായ സോണിയയെ അമ്മ എന്തായാലും വിലക്കാൻ പോകുന്നില്ല. എന്നിട്ടും അവർക്കും ഭയമാണ്. തിലകൻ്റെ മകളുടെ ദന്താശുപത്രിയിൽ ആരും പോകരുതെന്ന് സംവിധായകരുടെ സംഘടന വിലക്കുമോ എന്ന ഭയമാണോ? പ്രമുഖ നടനിൽ നിന്നും മോശം അനുഭവം ഉണ്ടായി എന്നാണ് സോണിയ പറയുന്നത്. മാപ്പ് പറയാനെന്ന പേരിൽ തന്നെ മുറിയിലേക്ക് വിളിച്ച നടൻ്റെ മോശം മെസ്സേജുകൾ വന്നപ്പോഴെങ്കിലും വലതു കൈകൊണ്ട് എങ്ങനെ അണപ്പല്ല് തെറിപ്പിക്കാമെന്ന് ഡോക്ടറായ സോണിയ കാണിച്ചു കൊടുക്കണമായിരുന്നു. താരസംഘടനയുടെ ഔദാര്യമില്ലാതെ ജീവിക്കാൻ കെൽപ്പുള്ള സോണിയയ്ക്ക് ഇതിനൊന്നും ധൈര്യമില്ലെങ്കിൽ മുഖത്തെ ചായത്തേപ്പ് കൊണ്ട് മാത്രം ജീവിക്കുന്ന പാവം നടിമാരുടെ കാര്യം പറയാനുണ്ടോ? സോണിയ ആരുടെയെങ്കിലും പേര് പറഞ്ഞാൽ അത് ആങ്ങളമാരുടെ ചാൻസിനെ ബാധിച്ചെന്നിരിക്കും. ഈ നായർ കഥ കേൾക്കുമ്പോഴാണ് നമ്മുടെ ഗോകുലം ഗോപാലേട്ടൻ്റെ മഹിമയൊക്കെ മനസ്സിലാകുന്നത്. യാതൊരു ഗ്യാരണ്ടിയുമില്ലാത്ത കുറേ സിനിമകൾ നിർമ്മിക്കാനും അതിൻ്റെ സംവിധാന ചുമതലയും എഴുത്തും വിനയനെ ഏൽപ്പിക്കാനുമുള്ള മഹാമനസ്കതയ്ക്ക് നമ്മൾ നന്ദി പറയണം. ഹിറ്റ് മേക്കറായി ജോഷിയും സത്യനന്ദിക്കാടും ഇവിടെയുണ്ടെന്ന് അറിയാത്ത പുള്ളിയാണോ അദ്ദേഹം? മലയാള സിനിമയുടെ ഈ പിന്നാമ്പുറ കഥകളൊക്കെ ഓർക്കുമ്പോൾ രാജമാണിക്യത്തിലെ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. ഇതിലും ഭേദം നാൽക്കാലികളാണ്.
ഈ വിഷയം ചർച്ചയാക്കിയ ചാനലുകളിൽ വന്നിരുന്ന് DYFI നേതാക്കളായ വസീഫും ഷിജു ഖാനും ഒക്കെ വിറകൊള്ളുന്നത് കാണുമ്പോൾ ഇവർ 4-5 പടത്തിലൊക്കെ അഭിനയിച്ച സൂപ്പർ സ്റ്റാറുകളാണെന്നും അമ്മയിലെ അംഗങ്ങളാണെന്നും വെറുതെ അങ്ങ് തോന്നിപ്പോകും.